ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ അവൾ തിരിച്ച് നിങ്ങളെ ഒന്ന് പ്രണയിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവൾ നിങ്ങളെ ഒന്ന് ഓർത്തിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക പുരുഷന്മാരും. ഈ തരത്തിൽ നിങ്ങൾ പ്രണയിക്കുന്ന പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില ടിപ്സുകളുണ്ട്. എന്തൊക്കെയാണ് ഈ ടിപ്സ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു പെൺകുട്ടി നിങ്ങൾ ആൺകുട്ടികളെക്കുറിച്ച് എപ്പോഴും ഓർക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ കുറച്ച് തമാശകളും കാര്യങ്ങളും, നിങ്ങളുടെ മാത്രം രഹസ്യങ്ങൾ, അത് പുറത്ത് പറയാൻ പറ്റുന്ന രഹസ്യങ്ങൾ, ഇതൊക്കെ ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുമ്പോൾ പിന്നീടൊക്കെ ആ ഒരു പെൺകുട്ടി ബോറടിച്ചിരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർക്കുകയും നിങ്ങൾ മിസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് തമാശകളൊക്കെ ആ ഒരു പെൺകുട്ടിയോട് പറയുക എന്നതാണ്. അതായത് നിങ്ങളുടെ സംസാരത്തിൽ കുറേ അധികം തമാശകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ പറഞ്ഞൊരു പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ തമാശയൊന്നും പറയാൻ അറിയില്ല, അങ്ങനെ ഒട്ടും തമാശയൊന്നും പറഞ്ഞ് പരിചയമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളോ ഒക്കെ ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ പിന്നീടൊക്കെ ആ ഒരു പെൺകുട്ടി ഈ കാര്യങ്ങൾ ഓർക്കുകയും നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുകയും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമെന്ന് പറയുന്നത് നോളജ് പ്ലസ് ആക്ടിവിറ്റീസ് ആണ്. അതായത് നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ അറിവ് ആ ഒരു പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തുക. നിങ്ങളിപ്പോൾ ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ബുക്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ സങ്കടം തോന്നിയ സ്റ്റോറി, അല്ലെങ്കിൽ നിങ്ങളിപ്പം പാട്ടൊക്കെ പാടുന്നവരാണെങ്കിൽ പാട്ട് പാടി കേൾപ്പിക്കാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയെ ഡാൻസ് കളിച്ച് കാണിക്കുക. ഇനിയിപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള നിങ്ങളുടെ അറിവുകൾ ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ഈ ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ അവൾക്ക് ബോറടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പറയുമ്പോൾ അതിൽ കുറച്ച് ഹ്യൂമർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പറയാതെ വല്ലപ്പോഴും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിയോട് പറയാവുന്നതാണ്. പിന്നീടൊക്കെ എപ്പോഴെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു പെൺകുട്ടി നിങ്ങളെ ഓർക്കാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ തേർഡ് പോയിൻ്റ്. ഇനി ഫോർത്ത് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നതാണ്. നമുക്കറിയാം, അപ്പോൾ ഗേൾസിനാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ബോയ്സിനും. നിങ്ങൾ ആൺകുട്ടികൾ ആ ഒരു പെൺകുട്ടിക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി അത് തീർച്ചയായിട്ടും സൂക്ഷിച്ച് വെക്കും. ഒന്നില്ലെങ്കിൽ അവൾ അവളുടെ റൂമിലൊക്കെ ആയിരിക്കും ആ ഒരു ഗിഫ്റ്റ് കൊണ്ട് വെക്കുക. പിന്നീടൊക്കെ എപ്പോൾ ആ ഗിഫ്റ്റ് കണ്ടാലും ആ ഒരു പെൺകുട്ടി നിങ്ങളെ ഓർക്കും. ഇപ്പോൾ ബുക്കൊക്കെ വായിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഫേവറേറ്റ് ബുക്ക് ഏതാണെന്ന് ചോദിക്കുക. എന്നിട്ട് ആ ഒരു ബുക്ക് ആ ഒരു പെൺകുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങനെ എന്ത് ഗിഫ്റ്റ് നിങ്ങൾ കൊടുത്താലും അതൊക്കെ ആ ഒരു പെൺകുട്ടി എന്താണെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും. മിക്ക ഗിഫ്റ്റുകളും അവളുടെ അടുത്ത്, അതായത് ഇപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ അവളോട് ക്ലോസ് ആയിട്ട് ഇപ്പം ടേബിളിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ട് വയ്ക്കുക. ഇപ്പം പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ വാളിയിൽ, അതായത് ഭിത്തിയിലൊക്കെ തൂക്കി വയ്ക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ആ ഒരു പെൺകുട്ടി നിങ്ങളെ കാണുകയും എപ്പോഴും ഓരോ തവണ ആ ഗിഫ്റ്റ് കാണുമ്പോൾ നിങ്ങളെ ഓർക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.